ആന്റോ ആന്റണിക്കെതിരായുള്ള CPIM കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ശരിവെച്ച പൂഞ്ഞാർ മൂന്നിലവ് ബാങ്കുകളിലെ സഹകാരികൾ. ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ വൻ തട്ടിപ്പ് നടത്തിയെന്ന സഹകാരികളും പറയുന്നു. ആന്റോ ആന്റണിയുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ വൻ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി വി റസൽ ഇന്നലെ ആരോപിച്ചിരുന്നത്. ആദ്യം പൂഞ്ഞാർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പ്രതികരണത്തിലേക്ക്. 3963 നമ്പർ പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ഞാൻ. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2000 മുതലുള്ള പ്രസിഡൻ്റായിരുന്നു. 2011 കാലഘട്ടം വരെയുള്ള 2 തവണ പ്രസിഡൻ്റായിരുന്നു. ഈ ബാങ്കിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ ബാങ്കിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ 5 ബ്രാഞ്ച് തുടങ്ങുന്നത് എൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങുന്നത്. ആ ബ്രാഞ്ചുകളിലും എല്ലായിട്ടും നല്ല ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിൽക്കാലത്ത് ചാൾസ് ആൻ്റണി സെക്രട്ടറി ആയതിനു ശേഷം ബാങ്കിൻ്റെ ഭരണസമിതിയും ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർമാർ ഉൾപ്പെട്ട ഒരു കോക്കസ് രൂപീകരിക്കപ്പെടുകയും അവർ ബാങ്കിൻ്റെ പണവും നിക്ഷേപകരുടെ പണം, ബാങ്കിൻ്റെ പണം പറഞ്ഞാൽ നിക്ഷേപകരുടെ പണം കൂട്ടമായിട്ട് അപഹരിക്കുക. ഇത് 10 ലക്ഷം രൂപ വെച്ചുള്ള പല വായ്പകളായിട്ട് എടുത്തിട്ട് അവരത് ദുർവിനിയോഗം ചെയ്യുക, തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ബാങ്ക് ലേലം ചെയ്തു, ഒരു ലേല പരസ്യം ചെയ്തു, കാട്ടറാത്ത് അരുണിൻ്റെ വസ്തു. ആ വസ്തുവിലെ 3 കോടി രൂപ അടുത്ത് അടയ്ക്കാനുണ്ട്. ലേലം ചെയ്തിട്ട് ആരും പിടിക്കാനുമില്ല, പൈസയും കിട്ടാനില്ല. അങ്ങനെ പലരുടെയും തുക, ഈടാകാത്ത രീതിയിലുള്ള തുക ഈ നിക്ഷേപകരുടെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൻ്റോണിയുടെ ഭാര്യ ഗ്രേസ് ആൻ്റോ പുന്നത്താനിയിൽ എന്നയാളുടെ പേരുള്ള 40.596 വസ്തുവിൻ്റെ ഇടം, അതായത് 1 ഏക്കർ വസ്തുവിൻ്റെ ഇടമേൽ താഴെ പറഞ്ഞ പ്രകാരം ബാങ്കിൽ നിന്ന് വായ്പ നൽകിയിട്ടുണ്ട്. മൂന്നിലവിലാണ് ഈ സ്ഥലം. ഹരീഷ് എസ് 10 ലക്ഷം, റോയ് തോമസ് 10 ലക്ഷം, ശില്പ മരിയ ജോസ് 10 ലക്ഷം, അങ്ങനെ 30 ലക്ഷം രൂപ എടുത്തിരിക്കുക. ശ്രീ ചാൾസ് ആൻ്റണിയുടെ ഭാര്യയ്ക്കും ഇതര ബന്ധുക്കൾക്കുമായി ഈ ബാങ്കിൽ 1,40 ലക്ഷം രൂപ മാത്രം വായ്പയായിട്ടുണ്ട്. ഈടായി നൽകിയിരിക്കുന്ന മൂന്നിലവ് പഞ്ചായത്തിലെ 1 ഹെക്ടർ 5 വസ്തു 60.706 47.596, 1 ഹെക്ടർ 2.5 ഏക്കർ, അതും 2.5 ഏക്കറും എല്ലാം കൂടെ 5 ഏക്കറോളം വസ്തുവിലാണ് ഈ 1,40 ലക്ഷം രൂപ എഴുതി വെച്ചത്. ബാങ്ക് നിയമാവലി വ്യവസ്ഥ പ്രകാരം ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസക്കാരോ സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നവരോ ഉടമകളോ ആണ് അംഗങ്ങളായിരിക്കേണ്ടത്. സംഘത്തിൻ്റെ പ്രവർത്തന പരിധി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകളാണ്. അതിനാൽ മേപ്പടി ആളുകൾ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ സ്ഥിരതാമസക്കാരായി കാണുന്നില്ല. ഇപ്രകാരം ബാങ്ക് നിയമാവലിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഇത്രയും വലിയ തുക വായ്പയായി അംഗീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത സെക്രട്ടറിയുടെ നടപടി ഉത്തരവാദിത്തപ്പെട്ട ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണ്. ഇപ്പോൾ ആൻ്റോ ആൻ്റണി ഇലക്ഷൻ്റെ ചെയർമാനായിരിക്കുന്ന മജു പുളിക്കൽ എന്ന് പറയുന്ന ആ ആൾ തന്നെ 1,20 ലക്ഷം രൂപ ഈ ബാങ്കിൽ അടയ്ക്കാനുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ബാങ്കിനെ പണം തട്ടിയെടുത്ത് നശിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് UDF. ആ UDF ആണ് ഇപ്പോൾ ആൻ്റോ ആൻ്റണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. അത് മൂന്നിലവ് ബാങ്കിലെ നിക്ഷേപകരുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഇനി പൂഞ്ഞാർ ബാങ്കിലെ നിക്ഷേപകരുടെ പ്രതികരണത്തിലേക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോണ്, അതായത് ഈ ബാങ്കിൻ്റെ പഴയ പ്രസിഡന്റ് ജെയിംസ് ആൻ്റണി എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു, നമ്മുടെ ആൻ്റോ ആൻ്റണിയുടെ മൂത്ത ബ്രദർ. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നൊരു ബാങ്കായിരുന്നു. അങ്ങനെ സ്വന്തം എന്ന് പറഞ്ഞ പോലെ കൊണ്ടുനടന്നൊരു ബാങ്കാണ്. അപ്പം ഞങ്ങളന്ന് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഒത്തിരി ആളുകൾ, ഇവിടുത്തെ 10-72ഓളം പേരുടെ പേരുണ്ട് ഈ ലോണ്. അതിൽ കോൺഗ്രസിനകത്ത് ആത്മാർത്ഥമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പുള്ളിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സത്യസന്ധമായ രാഷ്ട്രീയം മാത്രം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഒരിക്കലും എന്നോട് പറഞ്ഞു, ഈ അനിയൻ്റെ പത്തനംതിട്ടയിലെ ഇലക്ഷൻ്റെ ഒക്കെ കുറച്ച് കടമുണ്ട്, ഒരു ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലോസ് ചെയ്യണം, ഒരുപാട് കടം കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചത് ഇങ്ങനെ ഒരു ജാമ്യം നിൽക്കാവോ, ഞാൻ പയ്യനെ കൊണ്ട് ലോൺ എടുപ്പിക്കാനാണ്, പുള്ളിയുടെ മോനെ കൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ബാങ്ക് പുള്ളി പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഒരു ജാമ്യം നിൽക്കുന്നത് തെറ്റില്ലല്ലോ. അത് ചെറിയൊരു തുകയെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഓർത്തൊരു 50,000 ലക്ഷമൊക്കെ ആയിരിക്കും, ഇപ്പം കുറേ വർഷങ്ങൾക്ക് പുറകില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് സഹകരിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, എന്നാൽ ബാങ്കിൽ കയറുമ്പോൾ ഒന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് പോക്കോ, സെക്രട്ടറി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ജാമ്യം മാത്രമേ ഞാനത് പ്രതീക്ഷിച്ചുള്ളൂ. ഇത് കുറേ വർഷങ്ങൾ അങ്ങനെ അങ്ങ് പോയിരുന്നു. 2-3-4 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടൊരു
2 മാസം കഴിഞ്ഞപ്പോൾ ഈ ബാങ്കിലെ സെക്രട്ടറി, അന്ന് ബീനാകുമാരി എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ പേരുള്ള ലോണിൻ്റെ കാര്യം വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ടോളാൻ പറഞ്ഞു. ജെയിംസ് ആൻ്റണിയുടെ, അതായത് പ്രസിഡൻറ്റിൻ്റെ നിങ്ങൾ അന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയത് മുഴുവൻ നിങ്ങളുടെ എല്ലാം പേര് ലോൺ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അറിയുന്നു, ഇപ്പോഴാണ് ഫസ്റ്റിൽ അറിയുമെന്ന് പറഞ്ഞു. 10 ലക്ഷം വീതം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരുടെയും പേരിൽ. ആളൊന്നൊക്കെ 10 ലക്ഷം വീതം. ഇത് 1 രൂപ പോലും എടുക്കാതെ ഞങ്ങൾ ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള ഈ ഞങ്ങളെപ്പോലുള്ള മുഴുവൻ ആളുകളും ഇന്ന് കോടതി കയറിക്കൊണ്ടിരിക്കുക. പുള്ളിക്കൊരു ആവശ്യത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ വേണ്ടിയാണ്. MPയുടെ ആദ്യകാലത്തെ ഇലക്ഷന് വേണ്ടി കുറച്ച് കടമൊക്കെ ഉള്ളതുകൊണ്ട് MPക്ക് വേണ്ടിയാണ്. MPക്ക് വേണ്ടി 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊരു 50,000 രൂപ ജാമ്യം നിൽക്കണം. അങ്ങനെ 10 പേരെ സമീപിച്ച് ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ ഞങ്ങളൊരു 50,000 രൂപ ജാമ്യം നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ നോക്കിയപ്പം സഹോദരൻ അവിടുത്തെ MP, ഈ പുള്ളി നാട്ടിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പോൾ നമ്മളന്ന് സജീവ കോൺഗ്രസ്സുകാരായിരുന്നു, കോൺഗ്രസിന് വേണ്ടി മരിക്കുന്ന ആൾക്കാരായിരുന്നു. പുള്ളി നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും നോക്കാതെ ജാമ്യത്താണ് നമ്മൾ പുള്ളി വിളിച്ചു. നമ്മളത് പുള്ളി പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞാണ് പുള്ളിയുടെ വന്നശേഷം അറിയുന്നത് ഈ എടുത്തേക്കുന്ന 50,000 ഒന്നുമല്ല, അതുകൊണ്ട് ഒരാളുടെ പേരിൽ 10 ലക്ഷം വെച്ചാണ് എടുത്തേക്കുന്നത്. അത് എടുത്തേക്കുന്ന പണം മൊത്തം കൊണ്ടുപോയേക്കുന്നു പത്തനംതിട്ട MP ആൻ്റണിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ വൈകിയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ് പുള്ളിയെ സമീപിച്ചും പുള്ളി ലാസ്റ്റ് പറഞ്ഞു ഞാൻ നാട്ടുകാരനെ അല്ല, എനിക്ക് എന്നെ സഹോദരനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് പുള്ളി കൈ ഒഴുകുകയാണ് ചെയ്തത്. ഏറ്റവും ആദ്യം പുള്ളി ഇവിടെ നിന്ന് ആൾക്കാർ പുള്ളി പറഞ്ഞു ആദ്യം ഞാൻ എടുത്ത ലോൺ കൊടുത്ത് ഞാൻ എടുത്തതാണ്, ഞാൻ അടച്ചോളാന്ന് പുള്ളി ആദ്യം പറഞ്ഞായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛന. സുജു, ഇന്നലെയാണ് CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ ഇത്തരത്തിൽ ആന്റണിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ പൂഞ്ഞാർ 3 നിലവ് ബാങ്കുകളിലെ സഹകാരികൾ, നിക്ഷേപകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും അവരെ കബളിപ്പിച്ചുകൊണ്ട് ആന്റണിക്ക് വേണ്ടി ലോൺ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പൂഞ്ഞാർ 3 നിലവ് സഹകരണ ബാങ്കിലെ സഹകാരികളുടെ പ്രതികരണം. ഇത് 2 തരത്തിലുള്ള തട്ടിപ്പായിട്ടാണ് ഇരു ബാങ്കുകളിലെ സഹകാരികൾ ആരോപിക്കുന്നത്. ആദ്യം 3 നിലവ് ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് പറയാം. ഇരു ബാങ്കിലും ഒരു പൊതു സ്വഭാവം ഇവർ ചൂണ്ടിക്കാട്ടുന്നത്, അതായത് ഈ സഹകാരികളും ഇന്നലെ കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലും ഈ സഹകാരികളും AV റസലും എല്ലാം ഇത് പറയുന്നതിന് അടിസ്ഥാനം അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ തട്ടിപ്പ് സംബന്ധിച്ച സഹകരണ നിയമപ്രകാരം പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ വസ്തുക്കളുടെ മതിപ്പ് വില 4-5 ഇരട്ടിയാക്കിയ ശേഷം ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് ലോൺ എടുക്കാൻ സാധിക്കുന്നതെങ്കിൽ പല വസ്തുവിന്മേൽ എന്ത് ചെയ്യുന്നു, ഒരു വസ്തുവിന്മേൽ പലർ ലോൺ എടുത്തുകൊണ്ട് അങ്ങനെ വായ്പാ തട്ടിപ്പ് നടത്തുന്നതാണ് ഇതിൽ ആക്ഷേപവും ആരോപണവും. അതുതന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലും ഉള്ളതായിട്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ 3 നിലവ് ബാങ്കിലേക്ക് എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് തട്ടിപ്പ് ഒരു പടി കൂടെ കടന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രതികരിച്ച 2 മുൻ ഇപ്പോഴത്തെ സഹകാരികളാണ്, മുൻ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇരുവരും ആരോപിക്കുന്നത് തങ്ങളെപ്പോലെ നിരവധി ആളുകളെ ആന്റണിയുടെ സഹോദരൻ ജെയിംസ് ആൻ്റണി അവിടെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അവരെ വിളിച്ചു വരുത്തുകയും ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോമുകളിൽ ഒപ്പിടിപ്പിക്കുമായിരുന്നു. പിന്നീട് ആൻ്റണിയുടെ സഹോദരൻ ജെയിംസ് ആൻ്റണി മരണപ്പെട്ട ശേഷമാണ് തങ്ങൾ തിരിച്ചറിയുന്നത് ഇത് തങ്ങളുടെ പേരിൽ ലോൺ വായ്പ എടുത്തതാണെന്നും ഇപ്പോൾ തങ്ങളുടെ വസ്തുക്കളെല്ലാം തന്നെ തങ്ങളുടെ വസ്തുവകകൾ ഇപ്പോൾ അത് ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി തങ്ങൾ കയറിയിറങ്ങുകയാണ്. അതായത് നിരപരാധികളായ തങ്ങളിപ്പോൾ ജപ്തി ഭീഷണി നേരിടുകയാണ്. ഇതിന് അവർ ചൂണ്ടിക്കാട്ടുന്ന ഇപ്പോൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ച ആളുകൾ പറയുന്ന ആ മുൻ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു, ഇത് ജെയിംസ് ആൻ്റണി ഇത്തരമൊരു ലോൺ അല്ലെങ്കിൽ ജാമ്യം നിർത്തി ലോൺ എടുപ്പിച്ചത് തൻ്റെ സഹോദരൻ പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായ ആൻ്റണി ആദ്യ തെരഞ്ഞെടുപ്പിൽ നടത്തിയ കടം വീട്ടാൻ വേണ്ടിയായിരുന്നു എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യം ആൻ്റണി സമ്മതിച്ചുവെന്നും ഈ സഹകാരികൾ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. മറ്റൊരു തട്ടിപ്പാണ് പൂഞ്ഞാർ സഹകരണ ബാങ്കിലെ മുൻ പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം ആ ഘട്ടത്തിലൊക്കെ UDF അനുകൂല നിലപാടെടുത്ത UDF പ്രവർത്തകനായിരുന്നു. ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം UDFനോട് അകലുന്നത് തന്നെ. അദ്ദേഹം പറയുന്നത് പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ആൻ്റണിയുടെ കുടുംബം അവിടെ ചാൾസ് ആൻ്റണി സഹോദരൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് വൻ തട്ടിപ്പ് നടക്കുന്നത്. ഇതെല്ലാം തന്നെ
ഭൂമി വിലയുടെ മതിപ്പ് വില വ്യത്യസ്തമാക്കി കാണിച്ചുകൊണ്ടാണ് നടത്തുന്നതും. മാത്രമല്ല ആന്റണിയുടെ ഭാര്യയും അവിടുന്ന് ലോൺ എടുത്തും ഇദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ചാൾസ് ആന്റണിയുടെ പ്രതികരണം, തനിക്ക് സെക്രട്ടറിക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമില്ല, സെക്രട്ടറിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വമാണ് അടിച്ചേൽപ്പിക്കുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണി ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല, ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അഞ്ജന, വളരെ ഗുരുതരമായ ആരോപണം ഇന്നലെ AV റസൽ മുമ്പോട്ട് വെക്കുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന പ്രതികരണങ്ങളാണ് പൂഞ്ഞാൽ മൂന്നിലവ സഹകരണ ബാങ്കിലെ സഹകാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അഞ്ജന. ശരി സുജു, എന്തായാലും വളരെ നിർണായകമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ആന്റണി ഇത്തരത്തിൽ അനധികൃതമായി ക്രമവിരുദ്ധമായി ആന്റണിയുടെ പേരിൽ മൂന്നാർ പൂനിലവ് ബാങ്കുകളിലെ ആളുകളെ പറ്റിച്ചുകൊണ്ട്, സഹകാരികളെ, നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ട്, അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.